ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ C4 ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീസൺ 2 ആണ് ഇത്. സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡും കാലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബോണസ് സിസ്റ്റം കാലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും എടുത്തെടുത്തൊന്നും വില്ലേജ് കിട്ടിയില്ല. കാരണം ഫസ്റ്റ് സീസണിൽ എന്തൊരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്നും വില്ലേജ് കിട്ടാം. ഫസ്റ്റ് സീഡ് പൊട്ടിച്ച് തന്നെ നമുക്ക് സീഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് മറ്റേ പുല്ല് പൊട്ടിച്ചോ തന്നെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയല്ല വരേണ്ടി. ഓക്കെ, എന്തായാലും സാപ്പിങ് കിട്ടിയിട്ടുണ്ട് അവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോർച്ചും കാലൊക്കെ പൊടിച്ച് ചെസ്റ്റിൽ എന്താ ഉള്ളത് നോക്കാം. പിന്നെ ബോണസ് സിസ്റ്റം ഓപ്പൺ ആക്കിയതിൻ്റെ മെയിൻ കാര്യം എന്താണ്, എടുത്തൊന്നും വില്ലേജ് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ടൂൾസും അങ്ങനെ ബേസിക് ഐറ്റംസും കാലൊക്കെ ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കാലൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഡാർക്ക് വുഡിൻ്റെ ഇതെല്ലാം അതിൻ്റെ. പിന്നെ അതുപോലെ ജംഗിൾ ട്രീൻ്റെ സാപ്പിങ്ങും കാലൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സും കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആക്സ് ഉണ്ട്, ഓക്കെ, സ്റ്റിക്ക്, പിന്നെ അത്യാവശ്യം കുറച്ച് ഫുഡ്, പിന്നെ ആപ്പിള്, പിന്നെ ഫിഷ്, പൊട്ടാറ്റോ, ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് നമ്മളെപ്പോഴും ലാസ്റ്റ് കോളേജിലല്ലോ ഒക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ക്രാഫ്റ്റിൻ്റെ ആളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണ്ടേ. എന്തായാലും 3 ഷീപ്പിനും കാലമായി കണ്ടുപിടിച്ചിട്ട് ഷീപ്പിനെ നമുക്ക് കില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നോക്കി നോക്കാം. മിക്കവാറും നമുക്ക് ഇവിടുന്ന് ഷീപ്പിനെ കിട്ടാൻ കുറച്ച് പണിയാണ്. ഒരു ക്രാഫ്റ്റിൻ്റെ ആൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷീപ്പിനെ കിട്ടാൻ പണിയാണ്, കാരണം മറ്റേ ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റേ ബയോമാണ്. ഇത് നമ്മുടെ എന്തെന്ന ബയോമിൻ്റെ പേര്, ബയോമിൻ്റെ പേരെല്ലാം മറന്നു പൈസ എന്തെന്ന്, സ്പ്രൂസ് വുഡ് ഇടുന്ന ബയോമാണ്. അപ്പോൾ ബയോമിൻ്റെ പേരെ മറന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ച് പംകിനുണ്ട്, ഇതെല്ലാം പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് സെറ്റ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ സ്പ്രൂസിൻ്റെ ഒരു സാപ്ലിങ് നമുക്ക് എടുത്തേക്കാം. സ്പ്രൂസിൻ്റെ ഒരു 4 സാപ്ലിങ് മതി. ഇവിടെ ഫുള്ള് ഡോഗാണ് കേട്ടോ. അമ്മമാർ ഫുള്ള് ഇവിടെ സ്പോണാവുന്ന ഷീപ്പിനെ തന്നെ അപ്പോൾ തന്നെ അടിച്ച് തിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്പ്രൂസും 4 സാപ്ലിങ് മാത്രം കഴിച്ചാൽ നമുക്ക് മതി. പിന്നെ അതുപോലെ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വില്ലേജും കാലൊക്കെ കണ്ടെത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലീഫെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും 4 സാപ്ലിങ് കളക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും കഴിച്ചാൽ നമുക്ക് 4 സാപ്ലിങ് കാലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സാപ്ലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ബയോമ് വേണ്ട. ഈ ഒരു ബയോമ് എന്താ പറയുക, ഒരു ഇതില്ല. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് കണ്ടെത്തണം. വില്ലേജ് നമുക്ക് ഏതോ നമുക്ക് ഉണ്ടായ ബയോമ് നമുക്ക് സെറ്റാക്കാം. ബയോമല്ല, ഒരു ഫ്ലാറ്റ് ഏരിയ സെറ്റാക്കിയിട്ട് നമുക്ക് അവിടെ സെറ്റാക്കാം. നമുക്ക് എന്തായാലും ഒരു ബോട്ടും കാലൊക്കെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ബോട്ടും കാലം ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ കടലിലൂടെ വെച്ച് പിടിക്കാം. ഇതപ്പോൾ എന്തായാലും നമ്മളൊരു ബോട്ടും നല്ല ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് പൊട്ടിച്ചെടുത്തേക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എപ്പോഴും നമ്മളെ കയ്യിലിരിക്കണം നല്ലത്. ഇൻവെൻട്രിയിലോട്ട് പോവാതെ കയ്യിലിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോട്ടും കാലം കൂടെ പ്ലേസ് ചെയ്തിട്ട്, ഓക്കെ, ഇവിടെ മറ്റവനുണ്ട് കേട്ടോ. ഇതിന് അവൻ്റെ പേരെന്തായിരുന്നു, ഡ്രൗണ്ടാ അങ്ങനെന്തല്ലേന്നാ ഇവൻ്റെ നെയിം. ഓക്കെ, ബോട്ടോടെ പ്ലേസ് ഒന്നും കിട്ടും. അപ്പോൾ ഇതിൽ എന്താണ്, ഞാൻ ഷെയ്ഡ് ഇട്ടായിരുന്നു, പക്ഷേ ഷെയ്ഡിന് എന്തോ ഒരു ബഗ് അടിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഇതാണ് ഈ വാട്ടറും കാലൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ വാട്ടർ ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു രീതി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ലാഗുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കെന്താ ഇവിടുന്ന് നേരെ ഞാനൊരു വില്ലേജ് കിട്ടുന്നു. ഓക്കെ, അവിടെ ഒരു ഷീപ്പും കാലൊക്കെ മറ്റേ വൂൾഫ് തിന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വൂളും പിന്നെ 2 ഇത് മറ്റേ മട്ടൻ അതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൂളെടുത്ത് കൈ വെച്ചേക്കാം. മട്ടന് ഇൻവെൻട്രി പോട്ടെ. അപ്പോൾ എന്തായാലും വൂൾഫും കാലൊക്കെ കൊന്നു. ഓക്കെ, നൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കരയിലൂടെ പോകുന്നത് തീരും സേഫ് അല്ല. നമുക്ക് എന്തായാലും കടലിലൂടെ തന്നെ പോകാം. കടലിലൂടെ പിന്നെ പോകുന്ന ടൈമിൽ നമുക്ക് ആ ട്രേഡൻ്റ് ആയിട്ട് വരുന്ന ഇവന്മാരെ മാത്രം പേടിച്ചാൽ മതി. ബാക്കിയുള്ളവരൊന്നും വലിയ സീനില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വെച്ച് പിടിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി എന്തായാലും കണ്ടിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. വില്ലേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. മീൻസ് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മറ്റൊരു റൂണ്ട് പോർട്ടലും കാലൊക്കെ താഴെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ
ഇറങ്ങേണ്ട, കാരണം ഇപ്പോൾ ഇറങ്ങിയ ശരിയായില്ല ഗൈസ്. ഇതിന് നേരെ താഴെയാണ് ഇപ്പോൾ ഇറങ്ങിയ. ഒന്നാമത് അവിടെ നമ്മൾ ഗോൾഡ് ബ്ലോക്കും കാലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് അയൺ ഇല്ലാതെ നമുക്കത് വന്ന് എടുക്കാൻ പറ്റില്ല. അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡ് ബ്ലോക്കും കാലൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും അയൺ ഇല്ലാതെ നമ്മൾ കാണിച്ചിരുന്നു ബോട്ടിലൊക്കെ കണ്ടെങ്കിൽ അവിടെ താഴെ കാണാം ഗോൾഡ് ബ്ലോക്കും കാലൊക്കെ ഉണ്ട്. അപ്പോൾ അത് അയൺ ഇല്ലാതെ നമുക്ക് വന്ന് വരികയാണെങ്കിൽ വലിയ യൂസ് ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് നമുക്ക് കുറച്ച് ഐറ്റംസും കാലൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം ഈ ഒരു പ്ലേസിൻ്റെ. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെ ഒരു വട്ടം വരാം, വീണ്ടും ഒരു വട്ടം ഇങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ വെച്ച് പിടിച്ചേക്കാം. ഗൈസ് അവിടെ എന്തോ ലൈറ്റും കല കത്തുന്നത്, എനിക്ക് തോന്നുന്നു മോണുമെൻ്റ് ആണത്. ഇത് മോണുമെൻറ്റും കാലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാലൊക്കെ നമുക്ക് എടുത്ത് വെച്ചേക്കാം. പിന്നെ ഈ ഒരു മോണുമെൻറ്റിൽ ഗാർഡിയൻ ഉണ്ടോ ഇല്ലേന്ന് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മുമ്പിലോട്ട് പോയി നോക്കാം. ഇവിടെ ഓക്കെ നമ്മളെ ഗാർഡിയനും കാലൊക്കെ ഉണ്ട് കേട്ടോ, ഇലക്ട്രിക് ഗാർഡിയനും കാലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ എഫക്റ്റും കാലം കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഒരു വില്ലേജ് കിട്ടിയിട്ടാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഗൈസ് ഇവിടെ ഒരു സ്റ്റോണിൻ്റെ മൗണ്ടനും കാലൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുകളിൽ കയറി നമുക്ക് ചിലപ്പം അയണും കാലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് മുകളിലൊന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് അയൺ കിട്ടുകയാണെങ്കിൽ ലാഭമായി, അയൺ ഇല്ലെങ്കിൽ നമ്മളെ ചതിച്ചു, മൈൻക്രാഫ്റ്റ് നമ്മളെ ചതിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കയറി നോക്കാം. ഇതിന് വലിയ മൗണ്ടൻ എന്തായാലും ചെറുതാണ്. അപ്പോൾ എന്തായാലും അയണും കാലൊക്കെ കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ മറ്റേ കോപ്പറാണ് കേട്ടോ, ഇവിടെ അയണും കാലൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ടും പാടി ഒന്ന് പോയി നോക്കാം. അപ്പുറത്തെ സൈഡിലും പാടി ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് അയൺ കിട്ടുകയാണെങ്കിൽ വലിയ കിട്ടലായി, വലിയ യൂസും കാലൊക്കെ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് അടുത്ത് തന്നെയാണ് മറ്റേ ഉള്ള പോർട്ടൽ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഗോൾഡ് ബ്ലോക്ക് എടുക്കുക, അവിടെയുള്ള ലൂട്ടും അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഇത് ഗ്രാവലാണ് കേട്ടോ, സ്റ്റോണല്ല, അധികം ഗ്രാവലും കാലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, അവിടെ നമ്മളെ ചൊരി ബ്ലോംസിൻ്റെ ഇതും കാലൊക്കെയുണ്ട്, ട്രീസും കാലൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ സാപ്ലിങ്ങും പാടി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു വില്ലേജ് കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ട് അതിനെ, ഒരു ഷീപ്പും കാലം അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഷീപ്പിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ വേണ്ട, ഇപ്പം കയറി പോകട്ടെ. ഓക്കെ ഓക്കെ, ഇവനൊരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഗൈസ്, ഇത് ചെറുതായിട്ട് ലാഗ് അടിച്ച്. ഓക്കെ എന്തായാലും അപ്പോൾ നമുക്ക് 3 വൂളും കാലം കിട്ടിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അയണും കാലം കാണുന്നത്, അവിടെ എന്തായാലും അയണും കാലം ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി കേവ് തന്നെ മുഖ്യം ബീലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ചെറിയ ബ്ലംസ് അത് കട്ട് ചെയ്യാൻ പോയി. നമുക്ക് ട്രീ അത് കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഓക്കെ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ സൈഡിൽ, ചെറിയ ബ്ലംസിൻ്റെ സൈഡിൽ ഗൈസ് വില്ലേജ് ഗൈസ്. അപ്പോൾ എന്തായാലും തേടിപ്പോയ വള്ളി കാലിൽ ചുറ്റിയ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഗൈസ് നമ്മുടെ ഫേവറേറ്റ് കളറായ ഡാർക്ക് ബ്ലൂവിൻ്റെ ഫ്ലവർ ഫോറസ്റ്റും കാലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെന്തായാലും ഒരു ചീനും കാലമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇത് അത്യാവശ്യം പൊട്ടിച്ചേക്കാം, പിന്നെ അടുത്ത കൂടെ ഒന്നും ഇങ്ങനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ഒരു കുറച്ചുകൊണ്ട് പൊട്ടിച്ചേക്കല്ലേ. എന്തായാലും കുറച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും അത്യാവശ്യം കുറച്ച് പൊട്ടിക്കും. അപ്പോൾ എന്തായാലും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, പൊട്ടിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ്. ഓക്കെ, അതെല്ലാം പൊട്ടിച്ചിട്ട് ഇവിടെ മറ്റേ നിലത്ത് ഇങ്ങനെ കിടക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലവർ, അപ്പോൾ ഇതും കാലം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഇത് നമുക്ക് ബോൺ മീൽ ചെയ്ത് അതിൻ്റെ അടുത്തല്ലേ ഉണ്ടായില്ലേ, ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ബോൺ മീൽ ചെയ്താൽ അത് ഡബിൾ ആവുന്ന പോലെ, ഇപ്പോൾ നല്ല മോസ് ബ്ലോക്കൊക്കെ ഡബിൾ ആവില്ലേ, അതുപോലെ മോസ് ബ്ലോക്ക് ഇല്ലല്ലോ, എന്തായിരുന്നു മോശനല്ലേ, ഇല്ല ഇന്ന നമ്മളെ ലഷ്കേവിൽ നിന്ന് ഇടുന്ന സാധനം എന്താ ചേട്ടാ, ആ സാധനം നമ്മൾ ഡബിൾ ആവുന്ന പോലെ ഈ ഒരു സംഭവം ഡബിൾ ആവുമോ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. എന്തായാലും നമ്മൾ അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ തന്നെ മുഖ്യം ബിഗില എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു മരം ഫുള്ള് കട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു സാപ്ലിങ് മതി, നമ്മളെന്തായാലും ഈ ഫുള്ള് കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു സാപ്ലിങ് താഴെ നിലത്ത് വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മളെ സൈഡിൽ തന്നെ വില്ലേജ് ആണല്ലോ, നമുക്ക് ആവശ്യമുള്ള ടൈമിൽ വേണമെങ്കിൽ അവിടെ വന്ന് കട്ട് ചെയ്തു. അവിടെ എന്തായാലും വലിയ ഫോറസ്റ്റ് ഒന്നുമില്ല, ആകെ 2 മരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സെറ്റ്, നമ്മളെന്തായാലും ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതെ ഈ ഒരു സാധനം പോലെ ഉണ്ട് മുറിച്ചേക്കാം. എന്തായാലും സാപ്ലിങ് അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ, സാപ്ലിങ് എടുക്കാം, എന്നിട്ട് അത് ഇൻവെൻട്രിയിലോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് കണ്ട നമ്മളെ വില്ലേജും കാലൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വില്ലേജ് പോയെന്ന് ഒന്ന് ലൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വില്ലേജ് പോയി ലൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫാമിംഗ് ഏരിയയും കാലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങാം. അത് ഫുള്ള് നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതാണ്.
ഇപ്പോൾ ഈ ഫാമിംഗ് ഏരിയ ഫുള്ള് നമ്മൾ അടിച്ചു വരും. നമുക്ക് എന്തായാലും ഫുഡിന് ക്ഷാമം കാലൊക്കെയാണ് ഇപ്പോൾ. എന്തായാലും ക്യാരറ്റാണിത്, ക്യാരറ്റും പൊട്ടാറ്റയും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ള് ഞാൻ ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ ഇത് ഫുള്ള് നമ്മുടേതാണല്ലോ, പിന്നെ വലിയ സീനൊന്നുമില്ല. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഓക്കെ അത് പൊട്ടി. ഇത് കണ്ട് മാറ്റി വെച്ചേക്കാം, ഇപ്പോൾ തന്നെ എടുത്ത് കഴിക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്യാരറ്റ് കിട്ടണ പോലെ പൊട്ടാറ്റോ കിട്ടില്ല കേട്ടോ. ക്യാരറ്റ് നമുക്ക് വേഗം 1 സ്റ്റാക്കൊക്കെ ആവും. പൊട്ടാറ്റോ നമുക്കിങ്ങനെ ഇത്രയും കുറേയൊന്നും കിട്ടില്ല ഒന്നും വന്ന്. അങ്ങനത്തെ ചെറിയ കുഴപ്പമുണ്ട്. പൊട്ടാറ്റോയാണ് നമുക്ക് കൂടുതൽ ആവശ്യം. പൊട്ടാറ്റോയാണെങ്കിൽ നമുക്ക് കുക്കഡ് പൊട്ടാറ്റോ ഒക്കെ ആക്കിയിട്ട് കഴിക്കാം, അതാണ് സെറ്റ്. അതിൽ ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഗോൾഡൻ ക്യാരറ്റൊക്കെ ആക്കി കഴിക്കാം. പക്ഷേ എന്താ പറയുക ഇപ്പോൾ ഒന്നും പറയണ്ട. ഗോൾഡ് ഫാമൊക്കെ സെറ്റാക്കിയിട്ട് സീനാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ഇവൻ എന്താ ഇത് കണ്ടിട്ടൊന്നും ഇതാക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അവളിങ്ങനെ പൊട്ടിക്കണ കാണുമ്പോൾ തന്നെ അവന്മാർ അതാ വന്നു പൊട്ടിക്കുന്ന കാണുന്നതിന് അവന്മാരൊക്കെ വന്ന് പെറുക്കി എടുക്കേണ്ടതാണ്. ഓക്കെ ഒക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 61 കിട്ടി കേട്ടോ. വലിയ സീനില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. പൊട്ടാറ്റോ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ക്യാരറ്റിന് ട്രേഡ് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ പൊട്ടാറ്റോ എല്ലാ വില്ലേജറിനും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇവിടെ റീസ്പോൺസ് സെറ്റ് ചെയ്യാം. അഥവാ ഇവിടുന്ന് ചാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്പോണാവും മറ്റേ സ്ഥലത്തോ, അവിടെ നിന്ന് വീണ്ടും ഇതുവരെ വരാമെന്ന് പറഞ്ഞാൽ നല്ല ലോങ്ങാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു 2 പൊട്ടാറ്റോ എടുത്തേക്കാം. 2 അല്ല, ഒരു 3 പൊട്ടാറ്റോ 1 സ്റ്റാക്ക് ഉണ്ടാക്കിയേക്കാം. 4 വേണ്ട, 1 ഇവിടെ തന്നെ തിരിച്ചേക്കാം. ഓക്കെ അപ്പോൾ 1 സ്റ്റാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കേവും കാലൊക്കെയാണ് കേട്ടോ. ഒരു വലിയ കേവും കാലൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറ്റുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുൾ അയൺ ആർമറും കാലൊക്കെ സെറ്റാക്കി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് കാണിച്ചില്ല. അപ്പോൾ എന്തായാലും വില്ലേജ് കാലം നമ്മൾ ഫുള്ളൊന്ന് ലൂട്ട് ചെയ്യട്ടെ. വില്ലേജ് കാലം ഫുള്ള് നമുക്കിന്ന് ലൂട്ട് ചെയ്യാം. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമ്പിൽ പോയിക്കൊണ്ട് ഓഫ് ക്യാമ്പിൽ നമുക്ക് ഇത് ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമറും കാലൊക്കെ സെറ്റാക്കിയിട്ട് സെറ്റാണ്. ഇവിടെ ഒരു അയൺ ഗോൾ ഉണ്ട്, അവനെ എന്തായാലും നമുക്ക് തട്ടണം. ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഒരു ബ്രേഡർ അല്ലെങ്കിൽ ഒരു അയൺ ഫാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം. അതിന് മുമ്പ് ഒരു ബേസും കാലൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അടുത്ത എപ്പിസോഡിൽ ബേസ് സെറ്റാക്കണം. ബേസ് നമുക്ക് കുറച്ചും പാടി റിസോഴ്സൊക്കെ ഒപ്പിച്ചിട്ട് സെറ്റാക്കിയാൽ മതി. ഇവിടെ ചെസ്റ്റും കാലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടിയിലും ചെസ്റ്റും കാലം ഉണ്ടാവില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ മറ്റേ ലൈബ്രറീൻ്റെ വീടും കാലൊക്കെയാണ്. ഓക്കെ എന്തായാലും നമുക്ക് 2 വില്ലേജറിനും കാലൊക്കെ പൂട്ടിയിടണം. ഓക്കെ അപ്പോൾ ഇതിന് താഴോട്ട് കള്ളന്മാർ ഇവിടെയാണ് ഹാബിലൊക്കെ കൊടുത്ത് ഒളിപ്പിച്ച് വെച്ചേട്ടാ. എന്തായാലും ഇതെടുത്തിട്ടേ ഇനി പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളാണ്ട് പൊട്ടിച്ചെടുത്തേക്കാം. എന്തായാലും നമുക്ക് ബ്രെഡും കാലൊക്കെ ഉണ്ടാക്കാമല്ലോ ഒന്നില്ലെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബേസ് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും കുറച്ച് റിസോഴ്സും കാലൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇതുണ്ടല്ലോ സ്പ്രൂസ് അത് നട്ട് അതിമന്ന് ഇതൊക്കെ എടുത്തിട്ട് വേണം മറ്റേ വുഡെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബേസ് കാലൊക്കെ സെറ്റാക്കാൻ. അപ്പോൾ എന്തായാലും ഓഫ് ക്യാമ്പിൽ ജസ്റ്റ് ഞാൻ കേവും കാലൊക്കെ നമ്മൾ ഫുള്ളൊന്ന് പോയി ഞാൻ എക്സ്പ്ലോർ ചെയ്തോണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കോലത്തിനെ തട്ടട്ടെ. ഇവനെ തട്ടിയിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല ഗൈസ്. ഓക്കെ ഇവന് നല്ല കാഴ്ചയും കാലൊക്കെ ആസ്വദിച്ചിരിക്കട്ടെ. ഇതിന് മുകളിൽ നിന്നിട്ട് അവന് ആ ഒരു കായലും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കെന്തായാലും ഇവന് മുകളിലോട്ട് കയറി വരുമോ അല്ലോ. നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ അവനെ റീച്ച് ആവില്ല. എന്തായാലും ഇത് പൊട്ടിച്ചേക്കാം. എന്തായാലും റീസ്പോൺ ഉണ്ടല്ലോ, വലിയ സീനില്ല. ഇവനാണ്ട് കൊന്നേക്കാം. അപ്പോൾ എന്തായാലും അവളെ പിക്കാസിൻ്റെ ലൈഫും കാലമൊക്കെ തീർന്നൊക്കെ ഗൈസ്. എന്ത് സ്പീഡിലാണ്. അപ്പോൾ എന്തായാലും പിക്കാസ് ഇപ്പോൾ പൊട്ടും. എന്നാലും ഇവൻ ചാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വേണ്ട തട്ടിയിട്ട് ഒരു 5 മതി. 5 ഓക്കെ നമ്മൾ ഇൻവെൻറ്ററിൽ ഈ ഒരു ആബേലാണ്ട് എടുത്തേക്കാം. എന്നിട്ട് എത്ര കിട്ടും ഓക്കെ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് 3 അയണും കാലൊക്കെ ഉള്ളു. ഞാനൊരു 5 പ്രതീക്ഷിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് 2 വില്ലേജറിനും കാലൊക്കെ പൂട്ടിയിടണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബെല്ലടിച്ച് നോക്കാം. ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഓക്കെ ഇവനെന്താണ് ഇവിടെ അങ്ങനെ ചുറ്റി കയറണം, വീട്ടിൽ കയറട പോയിട്ട്. ഓക്കെ ഇവന് ഓക്കെ നമുക്കൊന്നും പാടി ഒന്ന് ബെല്ലടിച്ച് നോക്കട്ടെ. ഓക്കെ ഇനി അവന് കൂട്ടി കയറുമോ നോക്കട്ടെ. കൂട്ടിലല്ല വീട്ടിൽ കയറുമോ നോക്കട്ടെ. ഓക്കെ അവന് വീട്ടിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറൊരുത്തിനും പാടി അവിടെ ബാക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ ഇതിനുള്ളിൽ പൂട്ടിയിടാം. ഓക്കെ ഇവിടെ ഒരു
ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റവൻ ആ വീട്ടിലോട്ട് കയറി ആ വീട്ടിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീടും പാടി ഒന്ന് പൂട്ടിയിടാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിലും മറ്റേ ഇതുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനുള്ളിലൊരു ചെസ്റ്റും കാലൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ഈ ഒരു വില്ലേജ് കയറിയിട്ട് നമുക്ക് ആദ്യത്തെ ചെസ്റ്റും കാലൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ബുക്കുണ്ട്, അത് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇത് അടച്ചിട്ട് ഇവനെ നമുക്ക് ഇതിനുള്ളിൽ പൂട്ടിയിടാം. എനിക്ക് തോന്നുന്നു ഈ വില്ലേജിൽ ഫുള്ള് ക്യാരറ്റ് ഉള്ളൂ, കാരണം ഇത് ഫുള്ള് ക്യാരറ്റാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ക്യാരറ്റാണ്. അപ്പോൾ പിന്നെ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ക്യാരറ്റും കാലൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഫുള്ള് സെറ്റാണ്. നമുക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കിയാൽ മതി. ക്യാരറ്റ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, ഇതിന് താഴോട്ടിഞ്ഞൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു ഗോലം നിന്നില്ല, ആ ഒരു സൈഡിലോട്ട് ആ ഒരു റിവറിൻ്റെ താഴേക്ക് ആയിട്ട് നമുക്ക് ബേസ് സെറ്റാക്കി, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് നമ്മുടെ ചെറി പ്ലംസിൻ്റെ അപ്പുറത്തെ സൈഡുണ്ടല്ലോ അവിടെ. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റും കാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചെസ്റ്റ് നമ്മളെ ഫുൾ ഐറ്റംസും വെക്കാം. ഈ ഒരു ചെസ്റ്റിൽ നമ്മൾ ഫുൾ ഐറ്റംസും വെച്ചിട്ട് സെറ്റാക്കാം. എന്തായാലും ബാക്കിയുള്ള ഇത് ഫുള്ള് നമുക്ക് ഇതിലോട്ടാണ്ട് വെച്ചേക്കാം. ഓക്കെ, നമ്മളെ സാപ്ലിങ്സും പിന്നെ അതുപോലെ ഇതൊക്കെ വുഡും പിന്നെ മറ്റേ ഫ്ലവർ പിങ്ക് പിറ്റിൽസ് അങ്ങനത്തെ സാധനം. ഓക്കെ, പിന്നെ പ്ലാങ്ക്സ്, സ്റ്റിക്ക്, പിന്നെ ചെസ്റ്റ് നമുക്കിത് ഡബിൾ ചെസ്റ്റ് ആക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു എല്ലാ സാധനങ്ങളും ഒറ്റ ചെസ്റ്റ് കൊള്ളൂല. അപ്പോൾ എന്തായാലും ഡബിൾ ചെസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു സാധനങ്ങൾ ഫുള്ള് നമ്മൾ വെച്ചേക്കാം. പൊട്ടാറ്റോ, ക്യാരറ്റ് രണ്ടും ഒരു സ്റ്റാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ്, സീഡ്, പിന്നെ നമ്മുടെ ഫ്ലവർ, കോൺഫ്ലവർ അല്ലേ ഇതിൻ്റെ പേര്, കോൺഫ്ലവർ. ഓക്കെ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഇതാണ് ഒന്നെടുത്ത് നമുക്ക് പുറത്തോട്ട് എറിഞ്ഞിട്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഒന്നാക്കിയിട്ട് ചെസ്റ്റിലോട്ട്. അത് നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്കെന്താണ്, എന്തായാലും ബെഡ് ഉണ്ടാക്കണമല്ലോ, നമുക്ക് നീല ബെഡും കാലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 3 വുഡ് നമ്മളെ കൈ വെച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ഐറ്റംസ് നമ്മൾ ചെസ്റ്റിലോട്ട് അയച്ചേക്കാം. എന്നിട്ട് നമുക്ക് ബെഡിന് നീല കളർ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫ്ലവറും കാരണവും ചെസ്റ്റിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടെടുത്ത് വെച്ചേക്കാം. ഗോൾഡ്, ഓക്കെ, സ്റ്റിക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് നൈറ്റും കാലൊക്കെയല്ലേ സ്ലീപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നൈറ്റും കാലൊക്കെയാണ്. ഫസ്റ്റ് നൈറ്റ് അല്ല കേട്ടോ, ഫസ്റ്റ് നൈറ്റ് സ്ലീപ്പ്. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് നിങ്ങൾ വിചാരിച്ചല്ല, അത് വേറെ ഫസ്റ്റ് നൈറ്റ്, ഇത് വേറെ ഫസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ഫ്ലവർ ഇതാക്കിയിട്ട് ബെഡും കാലൊക്കെ നീല കളറ് കൊടുത്തേക്കാം. ഓക്കെ, സെറ്റ്. ഇത് ബെഡ് ക്രാഫ്റ്റ് കയ്യിലോട്ട് വരാത്ത എന്തോ ഒരു കുഴപ്പം വന്നില്ല. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലവർ എടുത്ത് ഇതിലോട്ട് വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മഞ്ഞ ബെഡ് എടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിലോട്ട് വെച്ചേക്കാം. മഞ്ഞ ബെഡൊന്നും നമുക്ക് ആവശ്യമില്ല. മഞ്ഞ ബെഡൊക്കെ നമ്മളെ വില്ലേജേഴ്സിൻ്റെയാണ്. അപ്പോൾ വില്ലേജേഴ്സിൻ്റെ ബെഡൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. നമുക്ക് എന്തായാലും ബ്രീഡർ അല്ലെങ്കിൽ അയൺ ഫാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബെഡ് അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാം. എന്നാലും നമ്മുടെ പുതിയ നീല ബെഡും കാലൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് അവിടെ ഇട്ടിട്ട് എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ ഡേയും കാലൊക്കെ നമുക്ക് സ്ലീപ്പ്. എന്തായാലും ആ ഒരു അയൺ പിക്ചേഴ്സും കാലൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആ 3 അയൺ കിട്ടിയല്ല. അല്ലെങ്കിൽ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അല്ലേ. മറ്റേത് നമുക്ക് അയണ് ഫുള്ള് ടൂൾസൊക്കെ ഒപ്പണ്ട് ക്രാഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഡേയും കാലൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ല, 2-3 ദിവസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, 2 ദിവസം, 2ാമത്തെ ദിവസം തോന്നുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ഫുള്ള് കടലിൽ ചെയ്യുന്നത്. ഇത് 2ാമത്തെ ഡേയും കാലൊക്കെയാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് 2ാമത്തെ ഡേ കഴിഞ്ഞ് ഇത് 3ാമത്തെ ഡേ ആണ് വയസ്സ്. 3ാമത്തെ ഡേയും കാലൊക്കെയാണിത്. അപ്പോൾ അവിടെ ഫുള്ള് സോംബീസും കാലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം ഗൈസ്. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന വഴി ഒരു ക്രൂര കാഴ്ചയും കാലൊക്കെ കണ്ടു. എന്തായാലും അവിടെ കുറച്ച് സോംബീസും കാലൊക്കെ വന്ന് നമ്മളൊരു വില്ലേജറിനെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വില്ലേജറും കാലൊക്കെ സോംബി വില്ലേജറായിട്ട് നമ്മുടെ സൂര്യൻ്റെ പ്രകാശം തട്ടി നിന്ന് കത്തുകയാണ്. അപ്പോൾ എന്തായാലും അവനെന്തായാലും ഇപ്പോൾ അവിടെ ഒന്ന് ചാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യണം. അപ്പോൾ അത് ചത്തിട്ട് നമുക്ക് പോകാം. ചത്ത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഓഫ് ക്യാമ്പിൽ പോയിട്ട് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് സെറ്റാക്കിക്കൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ വീണ്ടും കുറച്ച് സാധനം വന്നിട്ട് ഒരു മറ്റേ ഇവണ്ടായിരുന്നു, സ്പൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ തച്ച് കൊന്നു. പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്ത്, പിന്നെ നമ്മൾ ഈ വില്ലേജിലുള്ള ഇതെല്ലാം ടോർച്ചെല്ലാം കട്ടിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ഫുഡും കൈ വെച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ കേവും കാലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അയണും കാലൊക്കെ കിട്ടുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുൾ അയൺ ആർമർ സെറ്റാക്കാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും
ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനലിൽ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.